കുറച്ച് ദിവസങ്ങളൊന്ന് പുറത്തിറങ്ങിയതായപ്പോഴേക്കും എൻ്റെ ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. സൺഡേയിൽ പുറത്തിറങ്ങിയപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ കാണിച്ചു തന്നത്. ആളെൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിനക്കൊരു വാക്ക് എൻ്റെ അടുത്ത് പറയാമായിരുന്നില്ലേ എന്നുള്ളത്. അതേപോലെ തൊട്ടടുത്തൊരു നെയ്ബർ ഉണ്ട്, അവളും പറയാറുണ്ട് കേട്ടോ, താത്താക്ക് വയ്യായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ, ഞാൻ നനച്ചോളാന്ന് കേട്ടോ. പക്ഷെ ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കും. പിന്നെ മാത്രമല്ല, ഞാൻ മറക്കാറില്ല കേട്ടോ ഈ ഒരു കാര്യം. എപ്പോഴും ചെടി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ എപ്പോഴും ഓർത്ത് വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന, അതേപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളോടൊക്കെ ഒരു ഇഷ്ടമില്ലായിക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ ഞായറാഴ്ച ആവാനായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് എല്ലാ വീഡിയോസിലും പറയാറില്ലേ. അപ്പോൾ ഞാൻ ഞായറാഴ്ച ആയപ്പോൾ പുറത്തോട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ട് പുറത്തോട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തോ പുറത്തിറങ്ങാൻ ഒട്ടും ഇഷ്ടമുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പിടിച്ച് വലിച്ച് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ ഡേറ്റ്സൊക്കെ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. കഴിയാനയക്കുന്ന കേട്ടോ, ആഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് അവിടെ നിൽക്കുന്ന ഓണറോട് ചോദിച്ചപ്പോൾ ആൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഡേറ്റ്സ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് പോകുന്നതുകൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെല്ലായ്പ്പോഴും എടുക്കുന്ന വീഡിയോ അല്ലേ, എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലേ എന്നുള്ളത്. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്ന പോലെ ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വലുത് തന്നെ കിട്ടിയാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സന്തോഷിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ചുറ്റിനുള്ള ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക, അത് ആരെയും വേദനിപ്പിക്കാതുള്ളതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു ജീവിതമാണ് നമ്മളതിലെ. ജീവിതമൊക്കെ താൽക്കാലികം മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ തോന്നില്ല. നമുക്കുള്ളതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അടിയിലുള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ അതിനേക്കാളും ബെറ്ററായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സന്തോഷം കിട്ടും എന്നുള്ളതാണ്. പിന്നെ എല്ലായ്പ്പോഴും പോകുന്ന പോലെ ചായ കുടിക്കാൻ പോയപ്പോൾ നല്ല ചൂടായിരുന്നു. ഞാൻ ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. കാരണം ചൂടത്ത് ചായ കുടിക്കാൻ എനിക്ക് ആ ഒരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ ഹസ്ബൻഡ് ചായയാണ് കുടിച്ചത്. പിന്നെ നമ്മൾ കറാമയിലോട്ടാണ് പോയത്. കറാമ എന്ന് പറയുമ്പോൾ ദുബായിലെ ഏറ്റവും ഒരു ക്രൗഡായിട്ടുള്ളൊരു ഏരിയയാണ്. അതേപോലെ തന്നെ മലയാളീസ് ഭയങ്കരമായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറാമ എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ മോൻ്റെ യൂണിഫോം സ്കൂൾ നെക്സ്റ്റ് വീക്ക് തുറക്കുകയാണല്ലോ, അപ്പോൾ യൂണിഫോം എടുക്കാനായിട്ടും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ മൂത്താളുടെ യൂണിഫോം ഈ ഒരു ബുർജുമാൻ്റെ ഉള്ളിൽ തന്നെയാണ്, മോളുടെ ഉള്ളിൽ തന്നെയാണ് കിട്ടുള്ളൂ. ചെറിയ ആളുടെ യൂണിഫോം നമ്മൾ ഓൺലൈൻ ത്രൂ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം പോയി നോക്കിയപ്പോൾ കറാമയിൽ തന്നെ പോയി നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. മൂത്താൾ ജെംസ് ലജിസിലാണ് പഠിക്കുന്നത്. പക്ഷേ ആൾ പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നതുകൊണ്ട് തന്നെ യൂണിഫോം പെട്ടെന്ന് മാറ്റേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ പോട്ട്സും കാര്യങ്ങളൊക്കെ, എനിക്ക് ഇങ്ങനത്തതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ വാങ്ങി വെക്കാനും പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ യൂസാക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ പറയും, നീ വാങ്ങിച്ചത് ആദ്യം യൂസാക്ക് എന്നിട്ട് വാങ്ങിത്തരാമെന്ന് കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ കറാമയിലുള്ള തേപ്പുട്ടിലാണ് കേട്ടോ. തേപ്പുട്ട് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെ തേപ്പുട്ടില്ലേ, അത് നമ്മൾ എല്ലായ്പ്പോഴും കറാമ വരുമ്പോൾ പോകാറുണ്ട്. അങ്ങനെ അപ്പോൾ ആ ദിവസം തന്നെ നമ്മുടെ അവിടെ സുറുമ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവരുടെ ഷോപ്പിലും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. കാരണം നേരം വൈകിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും. ഇവിടെ ഒക്കേഷൻസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയില്ല കേട്ടോ. അപ്പോൾ അത് സൺഡേയിലൊരു വ്ളോഗാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗ്. എനിക്കൊരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഞാനൊന്നും കൂടെ പറയട്ടെ. നല്ല ഫുഡാണ് കേട്ടോ. എനിക്ക് നാട്ടിലെ ഫുഡ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കറാമ വരുമ്പോൾ ഞാനിവിടെ എപ്പോഴും കയറാറുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഞാൻ ഈ ഒരു ദേപ്പൂട്ടിൽ കയറാറുണ്ട് കേട്ടോ. കറാമ എന്ന് പറയുമ്പോഴും എനിക്ക് ദുബായിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കറാമയും ദേര കേട്ടോ. അതായത് നല്ലൊരു സ്ഥലമാണ്. മലയാളീസ് കൂടുതലുള്ളത് മാത്രമല്ല, ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ.